ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരുവിധം എല്ലാ കിഡ്സിൻ്റെയും ഫേവറേറ്റ് സ്നാക്കായ ചിക്കൻ നഗറ്റ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഷോപ്പിൽ നിന്നും വാങ്ങിക്കൊടുക്കാതെ ഇടയ്ക്കൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. നമുക്കിപ്പോൾ ഇവിടെ ആവശ്യം ബോൺലെസ് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനൊരു 500 ഗ്രാം ബോൺലെസ് ചിക്കന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അത്യാവശ്യം ചെറിയ പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവൊക്കെയുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂർ വെക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മൾക്ക് ഒരു 5 സ്ലൈസ് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 100 ഗ്രാം ചിക്കന് 1 സ്ലൈസ് ബ്രെഡ് എന്നുള്ള ഒരു കണക്കിലെടുത്താൽ നിങ്ങൾക്ക് അളവ് തെറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 5 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഒരു 500 ഗ്രാം ബോൺലെസ് ചിക്കനാണല്ലോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കണക്കിന് ഞാനിവിടെ ഒരു 5 പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കുന്നുണ്ട്. അരികൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അരികോട് കൂടി പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടില്ല. ആ അരിക് ഇങ്ങനെ കട്ട പിടിച്ചിട്ട് കിടക്കും, പൊടിയാതെ കിടക്കും. അതുകൊണ്ടാണ് അരികൊക്കെ ഒന്ന് കളയുന്നത്. അതിനുശേഷം നമുക്ക് ഒന്ന് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് മുറിക്കുന്നത് വേറെ ഒന്നിനുമല്ല, നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിക്കുമ്പോൾ നല്ലപോലെ ഒന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളിപ്പോൾ എല്ലാ ബ്രെഡ് സ്ലൈസും ഇതേപോലെ അരികൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. നമ്മൾ 2-3 തവണ തന്നെ മിക്സി ഒന്ന് കറക്കിയെടുക്കുമ്പോൾ തന്നെ നല്ലപോലെ ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടും. ഇത് നല്ലപോലെ പൊടിഞ്ഞതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യം നമ്മളുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതേപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെറിയ ഗ്രൈൻഡറാണ് എടുത്തിട്ടുള്ളത്, മിക്സിയുടെ കേട്ടോ. അതിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 തവണയായിട്ട് 3-4 ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയതിന് ശേഷം നമ്മൾ ഓരോ തവണ അരച്ചെടുക്കുന്നതും നമ്മളിപ്പോൾ ബ്രെഡ് പൊടിച്ച് വെച്ചേക്കണം ആ പാത്രത്തിലേക്ക് ഞാനിവിടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഒറ്റ തവണ അരച്ചെടുക്കാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ ഒറ്റ തവണയായിട്ട് ഒരുമിച്ചിട്ടിട്ട് ഈ ചിക്കൻ മുഴുവൻ അരച്ചെടുത്താൽ മതിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഗ്രൈൻഡർ ആയതുകൊണ്ടാണ് 3-4 ബാച്ചായിട്ട് ഇട്ടിട്ട് അരച്ചെടുക്കുന്നത്. ഇനി നമ്മളിത് ബ്രെഡ് പൊടിച്ചെടുത്തതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ബ്രെഡും ഈ ചിക്കനും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കണം. നല്ലപോലെ മിക്സായതിന് ശേഷം മാത്രമാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സായതിന് ശേഷം നമുക്ക് ഒരു പലകയിൽ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമുക്കിതിപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു പലകയിൽ വെച്ചതിന് ശേഷം ആ പലകയിൽ കുറച്ചൊരു ഓയിൽ തടവി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കുക, ഒലിവ് ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ആ ഓയിൽ കയ്യിലും കുറച്ച് തടവി കൊടുത്തതിന് ശേഷം അതിനുശേഷം കുറച്ച് ഓയിൽ ഞാനിപ്പോൾ ഇവിടെ ഈ മാവിൻ്റെ മേലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാവെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചിക്കനും നമ്മളുടെ ബ്രെഡും കൂടി അടിച്ചതിൻ്റെ മേൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് കൈകൊണ്ട് അധികം കട്ടി കുറച്ച് പരത്തണ്ട. നമുക്ക് നഗറ്റ്സിനൊക്കെ ഏകദേശം ഒരു കട്ടി നിങ്ങൾക്കറിയാലോ, ആ ഒരു കട്ടിക്ക് പരത്തിയതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു ഹാർട്ട് ഷേപ്പ് കട്ടർ ഉപയോഗിച്ചിട്ട് അതുകൊണ്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുമൂലം കൂടി നമുക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഷേപ്പ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പാക്കി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഏതെങ്കിലും ഷേപ്പുള്ള കട്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ പീസും നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ, മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ആ പാത്രത്തിലും കൂടി കുറച്ചൊന്ന് ഓയിൽ തടവി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൽ ഒട്ടി പിടിച്ചിട്ട് പിന്നീട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും അങ്ങോട്ട് ആ ഷേപ്പിൽ എടുക്കാൻ പറ്റില്ല. കാരണം ഇതിലിപ്പോൾ ബ്രെഡും ചിക്കനും മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പാത്രത്തിൽ കുറച്ചൊരു ഓയിൽ തേച്ച് കൊടുത്തിട്ടാണ് ഞാനിവിടെ ഈ മുറിച്ച ഓരോരോ പീസുകളും ഞാനിപ്പോൾ ഇവിടെ മാറ്റി വയ്ക്കുന്നത് കേട്ടോ. ഇനി കോട്ടിങ്ങിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. മറ്റൊരു ബൗളിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ വെള്ളയും മഞ്ഞയൊന്നും മാറ്റി ഒഴിക്കുന്നില്ല. ഒരു മുട്ട ഒന്നാകെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ കലക്കി കൊടുക്കുക. നല്ല പോലെ തന്നെ കലക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ കോട്ടിങ്ങിന് വേണ്ടി മുക്കിയെടുക്കുമ്പോൾ നമ്മൾക്ക് ആ വെള്ള ഭാഗം ഒക്കെ നൂല് പോലെ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് കലക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ കട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ മുറിച്ചെടുത്ത് വെക്കണ ഓരോ നഗറ്റ്സ് പീസും നമ്മൾ ആദ്യം മുട്ടയിൽ മുക്കി പിന്നീട് നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ മുറിച്ച് വെച്ചിരിക്കുന്ന എല്ലാ പീസും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ എല്ലാം തയ്യാറായതിന് ശേഷം നമ്മൾക്ക് ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമ്മൾക്ക് സൂക്ഷിച്ച് വെക്കാം. നമുക്കിത് കുറച്ച് നാൾ കേടുകൂടാതിരിക്കും നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഞാൻ പക്ഷേ ഇവിടെ ഒന്നും അധിക കാലം സൂക്ഷിച്ച് വെക്കാറില്ല കേട്ടോ. ഇത് ഞാൻ 2-3 ദിവസത്തിന് വേണ്ടി മാത്രം ഞാനിവിടെ ഉണ്ടാക്കി വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ലെയറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത ലെയർ വെക്കുമ്പോൾ അതിൻ്റെ മേലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ സൂക്ഷിച്ച് നമുക്ക് വെക്കാം. അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ ചൂടായ ഓയിലിലിട്ടിട്ട് പൊരിച്ച് കോരിയെടുക്കണ്ട. നമ്മളങ്ങനെ ഉടനെ തന്നെ പൊരിച്ച് കോരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രെഡ് ക്രംസൊക്കെ ആ ഓയിലിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രം അരമണിക്കൂറിന് ശേഷം മാത്രം ചൂടായ ഓയിലിൽ പൊരിച്ച് കോരിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് ഒരു പാനിൽ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇത് നിങ്ങൾക്ക് ഷാലോ ഫ്രൈയോ ഡീപ്പ് ഫ്രൈയോ ചെയ്തെടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ നഗറ്റ്സ് പീസും ഇതിൽ വെച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ നിന്നും നമുക്ക് പിന്നീട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾക്ക് ഒരു ഭാഗം ഒന്ന് കളർ ചേഞ്ച് വരുന്നതിനനുസരിച്ച് നമുക്ക് ഫ്ലെയിം നല്ല പോലെ കുറയ്ക്കണം. നല്ല പോലെ കുറച്ചിട്ട് വേണം നമ്മൾ പിന്നെ പൊരിച്ചെടുക്കാനായിട്ട്. എന്നാലാണ് നമുക്ക് ഉള്ളൊക്കെ നല്ല പോലെ വെന്ത് കിട്ടുള്ളൂ. നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ തന്നെ ഇട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ചിക്കന് നല്ല പച്ചയോട് കൂടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടിട്ട് പൊരിച്ച് കോരിയെടുക്കാം. ഇങ്ങനെ നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് ഇതേപോലെ നഗറ്റ്സ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോർണിംഗിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കുട്ടികൾക്കൊക്കെ നഗറ്റ്സ് തയ്യാറാക്കി കൊടുക്കാം. നമുക്ക് 2-3 ദിവസം വരെയൊക്കെ നമുക്കിത് കീപ്പ് ചെയ്തിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. കുറേ നാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് നമ്മൾ 2-3 ദിവസത്തിന് വേണ്ടി മാത്രം ഇതേപോലെ തയ്യാറാക്കിയിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും